29ാമത് പള്ളിക്കര കൺവെൻഷന്റെ ഭാഗമായി പള്ളിക്കര സെന്റ് മേരീസ് കത്തീഡ്രൽ യൂത്ത് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ലോഗോസ് 2020 ഏവർക്കും സ്വാഗതം. ഈ ശനിയാഴ്ച നടക്കാൻ പോകുന്ന പള്ളിക്കര മോർക്കാല സെന്റ് മേരീസ് കത്തീഡ്രലിൻ്റെ 29ാമത്തെ യൂത്ത് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പള്ളിക്കര മഹാ കൺവെൻഷൻ്റെ നാന്ദി കുറിച്ചുകൊണ്ട് കുടുംബ യൂണിറ്റ് 27 കുടുംബ യൂണിറ്റുകളുടെ ലോഗോസിൻ്റെ യോഗം പ്രാർത്ഥന ഇന്ന് ശനിയാഴ്ച ആരംഭിക്കുകയാണ്. നമുക്ക് എഴുന്നേൽക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിൻ്റെ രാജ്യം വരണമേ. നിൻ്റെ ഉത്സവം സുഖത്തിലെ പോലെ ഭൂമിയിലാണമേ. ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ആഹാരം തരണമേ. കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങൾ മുമ്പാകും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിക്കരുത്, പിന്നെയോ തിരുമോട്ടൊന്നിനിട്ടിച്ചോണമേ. നുണന്നാൽ രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും നിനക്കുള്ളാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീസുകളിൽ വാഴ്ത്തപ്പെട്ടവളാവും. നിൻ്റെ ഉദരബലം കർത്താവ് യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ശുദ്ധമുള്ള കന്യമർദ്ദമേ തമ്പുരാൻ്റെ അമ്മേ, പാവിളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. വേദവായനയ്ക്കായി യൂത്ത് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ശ്രീ ബിജു KP ക്ഷണിക്കുന്നു. ദൈവമേ, നിൻ്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിട്ടുള്ള അത്ഭുതമുള്ള കാര്യങ്ങളെ കാണുവാൻ തക്കവണ്ണം അടിയൻ്റെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. 11-ാം സങ്കീർത്തനം. ഞാൻ കർത്താവിൽ ആശ്രയിച്ചിരിക്കുന്നു. നിങ്ങൾ എൻ്റെ ആത്മാവിനോട് ഒരു പക്ഷിയെപ്പോലെ പർവ്വതങ്ങളിലേക്ക് പറന്നുപോയി പാർത്തുകൊള്ളുക എന്ന് പറയുന്നത് എങ്ങനെ? എന്തെന്നാൽ ഇതാ പാപികൾ ഹൃദയപരമാർത്ഥികളെ കൂരിരുട്ടത്ത് എയ്യുവാനായിട്ട് വില്ലുകുലച്ച് വസ്ത്രങ്ങൾ തൊടുത്തിരിക്കുന്നു. നീ അടിസ്ഥാനമിട്ടത് അവർ മറച്ചു കളഞ്ഞല്ലോ. നീതിമാൻ എന്തു ചെയ്യും? കർത്താവ് തൻ്റെ വിശുദ്ധ ആലയത്തിലുണ്ട്. കർത്താവിൻ്റെ സിംഹാസനം സ്വർഗത്തിലാകുന്നു. തൻ്റെ കണ്ണുകൾ മനുഷ്യരെ കാണുകയും കൺപോളകൾ പരിശോധിക്കുകയും ചെയ്യുന്നു. കർത്താവ് നീതിമാന്മാരെ പരിശോധിക്കുന്നു. വഞ്ചകരെയും ചതിയെ സ്നേഹിക്കുന്നവരെയും തൻ്റെ ആത്മാവ് വെറുക്കുന്നു. ദുഷ്ടന്മാരുടെ മേൽ മഴ പോലെ കെണിയിറങ്ങുന്നു. അവരുടെ പാനപാത്രത്തിലെ ഓഹരി തീയും ഗന്ധവും ശിക്ഷയുടെ കാറ്റുമാകുന്നു. എന്തെന്നാൽ കർത്താവ് നീതിമാനാകുന്നു. താൻ പുണ്യത്തെ ഇഷ്ടപ്പെടുകയും തൻ്റെ മുഖം നേരിനെ കാണുകയും ചെയ്യുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറക്കുമോർ. അധ്യക്ഷ പ്രസംഗത്തിനായി കത്തീഡ്രൽ വികാരിയും യൂത്ത് അസോസിയേഷൻ പ്രസിഡന്റുമായ ബഹുമാനപ്പെട്ട തോമസ് എം പോളച്ചനെ ക്ഷണിക്കുന്നു. ത്രിയേക ദൈവത്തിന് സ്തുതി. മോറക്കാല പള്ളിക്കര സെൻറ്റ് മേരീസ് യാക്കോബറ്റ് കത്തീഡ്രലിൻ്റെ കീഴിൽ നടത്തുന്ന യൂത്ത് അസോസിയേഷൻ്റെ പള്ളിക്കര കൺവെൻഷൻ്റെ 29ാമത്തെ കൺവെൻഷൻ്റെ നാന്ദി കുറിച്ചുകൊണ്ട് ഈ വർഷം ലോഗോസ് എല്ലാ യൂണിറ്റും 27 കുടുംബ യൂണിറ്റും ഉൾപ്പെടുത്തിക്കൊണ്ട് ലോഗോസിൻ്റെ ആമുഖ സന്ദേശമാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. മഹത്വമുള്ളവനായ ഏശയ്യാ ദീർഘദർശി 48-ന്റെ 22-ാം വചനത്തിൽ ഇപ്രകാരം പറയുന്നു: ദുഷ്ടന്മാർക്ക്, അതായത് ദുർമാർഗികൾക്ക് സമാധാനമില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ദുഷ്ടർക്ക് ഒരിക്കലും സമാധാനമില്ല. ഇത് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. 2 ദിനവൃത്താന്തം 7-14 എൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ചു, എൻ്റെ മുഖം അന്വേഷിച്ചു, തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുപിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എൻ്റെ കണ്ണ് തുറന്നിരിക്കുകയും എൻ്റെ ചെവി ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യും. പ്രിയമുള്ളവരെ, ഈ കൊറോണ കാലത്ത്, കഷ്ടതയുടെ ഈ കാലത്ത്, അതായത് COVID-19 കാലത്ത് ലോകമെമ്പാടും ഭീതിയിലും ഭയപ്പാടിലും ഇരിക്കുമ്പോൾ ദൈവത്തിനെ അറിയുക എന്നുള്ളത് ഒരാവശ്യമാണ്. ദൈവത്തിൻ്റെ ആഗ്രഹം അകന്നവർ അടുത്ത് വരണമെന്നുള്ളതും യേശു
തന്നെ അന്വേഷിക്കുന്നവരുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നവനുമാണ്. സന്തോഷിക്കുന്നവരോടുകൂടി സന്തോഷിക്കുകയും കരയുന്നവരോടുകൂടി കരയുകയും ചെയ്യുന്ന ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ജീവിതം നമുക്ക് സാധ്യമല്ല. നമ്മുടെ ജീവിതം തമോമയവും, അതായത് ഇരുട്ടിൽ മുങ്ങുന്നതിൽ നിന്നും ആ അസ്വസ്ഥത നിറഞ്ഞതായ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവത്തിങ്കിലേക്കുള്ള ഒരു എത്തിനോട്ടമാണ് ഈ കൊറോണ കാലത്ത് നമുക്ക് വേണ്ടത്. അതിനാൽ ദൈവത്തിന് ഹൃദയത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം പണത്തിനും ഭയപ്പാടിനും അതുപോലെ തന്നെ മദ്യത്തിനുമൊക്കെ കൊടുത്തിട്ട് പ്രയോജനമില്ല. ഇവയൊക്കെയും നമ്മയൊക്കെ സന്തോഷം തരുന്നത് വെറും നൈമിഷികം മാത്രമാണ്. സത്യം, സ്നേഹം, അതുപോലെ തന്നെ കാരുണ്യം, സൗമ്യശീലം, വിനയം, അനുസരണം തുടങ്ങിയ നല്ല ഗുണങ്ങൾ ഈ കൊറോണ കാലത്ത് നമുക്ക് ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മനുഷ്യജീവിതത്തിന് ഒട്ടും തന്നെ വില കൊടുക്കാത്തൊരു തലമുറയിലാണ് നാം ജീവിക്കുന്നത്. മനുഷ്യന് വില ദൈവം കൊടുക്കുന്നുണ്ട്. യേശു പറഞ്ഞു, നിൻ്റെ തലമുറയിലെ നിൻ്റെ തലയിലെ മുടികളെല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു, അവയിൽ ഒന്നുപോലും കർത്താവ് അറിയാതെ അത് പൊഴിഞ്ഞു പോകുകയില്ല എന്ന്. പ്രിയമുള്ളവരെ, ഇന്ത്യയിലെ 200 ചില്ലാനും കോടി ജനങ്ങൾ പാർക്കുന്ന ഇന്ത്യയിൽ നിസ്സായരായ ഞാനും നിങ്ങളും ആരാണ് എന്ന് നാം ചിന്തിക്കും. പക്ഷേ നിന്നെ സ്നേഹിക്കുന്ന നിന്റെ ഇഷ്ടാവായ ദൈവം, നിൻ്റെ ഉടയവൻ, തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ച ദൈവം നിന്നെ സ്നേഹിക്കുന്നു. ദൈവം നിന്നെ നല്ലവണ്ണം അറിയുന്നു. ദൈവാത്മാവ് വസിക്കുന്ന വിലയേറിയ ആസ്ഥാനമാണ് മനുഷ്യ ജീവിതം, മനുഷ്യ ശരീരമെന്ന് ഓർക്കണം. ഈ ലോകത്തിൽ ഞാനും നിങ്ങളും അന്യനും പരദേശിയുമാണ്. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എങ്കിലും ഈ വചനത്തിൻ്റെ ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറിപ്പോകുകയില്ല. നശിച്ചു പോകാത്ത മനുഷ്യൻ്റെ ആത്മാവാണ്. അതുകൊണ്ട് മകനെ, മകളെ, ദൈവം നിന്നെ അറിയുന്നു എന്ന് നാം നല്ലവണ്ണം അറിയണം. ദിനവൃത്താന്ത പുസ്തകം 29-ാം അധ്യായം 29, 11, 12 വചനങ്ങളിൽ പറയുന്നു, യഹോവേ, മഹത്വവും ശക്തിയും തേജസ്സും യശസ്സും മഹിമയും നിനക്കുള്ളത്. സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതൊക്കെയും നിനക്കുള്ളതല്ലോ. ധനവും ബഹുമാനവും നിങ്കിൽ നിന്ന് വരുന്നു. ഈ മനോഭാവം ഈ കൊറോണ കാലത്ത് നാം എടുക്കുവാൻ നമ്മുടെ ചെറുപ്പം മുതൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. മുന്നമേ അവൻ്റെ രാജ്യവും അവൻ്റെ നീതിയും അന്വേഷിക്കുമ്പോൾ അതെല്ലാം നമുക്ക് കിട്ടും. യഥാർത്ഥ കാര്യവിചാരത്വമുള്ള ഒരു ഭവനത്തിൻ്റെ മുദ്രാവാക്യമാണിത്. മക്കളും മാതാപിതാക്കന്മാരും ഈ ഉദ്ദേശ സാധ്യത്തിന് വേണ്ടിയാണ് ദൈവം സൃഷ്ടിച്ചത്. ജോലി ചെയ്യാനുള്ള നമ്മുടെ ശക്തിയും കഴിവുമെല്ലാം ദൈവദത്തമാണ്. എന്തെങ്കിലും കഴിവുകൾ നിന്നിലുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ദാനമാണെന്ന് മനസ്സിലാക്കി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതം എപ്രകാരമാണ് എന്ന് ഓർക്കണം. ജഡത്തെ അനുസരിച്ചാണോ ആത്മാവിനെ അനുസരിച്ചാണോ? ലോകത്തിൽ അനേക ആളുകൾ, ലക്ഷക്കണക്കിന് ഒരു 3-ാം ലോകമഹായുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ ആ യുദ്ധത്തിൻ്റെ എത്ര പേർ മരിക്കും? അത്ര പേർ ഈ ലോകത്തിൽ കൊറോണ മൂലം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ്റെ ശത്രു അവൻ്റെ ഉള്ളിലുള്ളതായ ആ പൈശാചിക ചിന്തകളും പ്രവർത്തനങ്ങളുമാണ്. ക്ഷമിക്കുവാനും പൊറുക്കുവാനുള്ള മനസ്സില്ലായ്മയാണ് അവൻ്റെ ശത്രു. അല്ലാതെ നിൻ്റെ സഹോദരനോ നിൻ്റെ അയൽവക്കത്തുകാരനോ അല്ല. സ്നേഹമില്ലായ്മ പാപമാണ്. അതുകൊണ്ട് പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. പാപത്തിൻ്റെ മാധുര്യം കയ്പാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നാം ആത്മാവിനനുസരിച്ച് നടപ്പീൻ, എന്നാൽ ജഡത്തിൻ്റെ മോഹം നമ്മിൽ പ്രവർത്തിക്കുകയില്ല. സംഖ്യാപുസ്തകം 32:23 നിങ്ങളുടെ പാപഫലം നിങ്ങൾ അനുഭവിക്കും, അത് നിങ്ങളുടെ പാപം നിങ്ങളെ വേട്ടയാടും എന്നറിഞ്ഞുകൊള്ളുക എന്ന് ഒരു വാക്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. യെശയ്യാ ദീർഘദർശി 26:7 നീതിമാൻ്റെ വഴി ചുള്ളതാകുന്നു, നീതിമാൻ്റെ വഴി തൂക്കി നോക്കുന്നു. പ്രിയമുള്ളവരെ, നാം നേരുള്ളവരായിരിക്കണം. കർത്താവിൽ കൂടെ മാത്രമേ നമുക്ക് പുരോഗതിയുള്ളൂ. പ്രാർത്ഥനയില്ലാത്ത ജീവിതത്തിൽ കർത്താവിന് നടത്തിപ്പുണ്ടാകുകയില്ല, അനുഗ്രഹം ഉണ്ടാകുകയില്ല. 138-ാം സങ്കീർത്തനത്തിൽ ഓർമ്മിപ്പിക്കുന്നു, ഞാൻ 138:7 ഞാൻ കഷ്ടതയിൽ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. യേശു നമ്മെ ജീവിപ്പിക്കുന്ന ഇടം ഈ കഷ്ടതയാണെന്ന് ഓർക്കണം. അതുകൊണ്ട് ബൈബിൾ വായിക്കാനുള്ളൊരു സമയം
ഈ കൊറോണ കാലത്ത് ഏറെ നമുക്കുണ്ട്. അത് പ്രയോജനപ്പെടുത്തണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. വിജയകരമായി എങ്ങനെ ജീവിക്കണമെന്നുള്ളതും സമാധാനത്തോടുകൂടി എങ്ങനെ ജീവിക്കണമെന്നുള്ളതും വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സൃഷ്ടാവായ ദൈവം സൃഷ്ടിയായ മനുഷ്യൻ നൽകപ്പെട്ട ഒരു പെരുമാറ്റച്ചട്ടം ആ ബൈബിളിലുണ്ട്. ഈ ബൈബിൾ വായിക്കാൻ ഈ കൊറോണ കാലത്ത് ദൈവം നമ്മളെ സഹായകമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 29ാമത്തെ യൂത്ത് അസോസിയേഷൻ നടത്തുന്ന പള്ളിക്കര സുവിശേഷം മഹായോഗത്തിന് നന്ദി കുറിച്ചുകൊണ്ട് ലോഗോസിൻ്റെ ആമുഖ സന്ദേശം കേൾക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മുഖ്യപ്രഭാഷണത്തിനായി ഊരക്കാട് സെന്റ് തോമസ് യാക്കോബായ സുറിയാനി പള്ളി വികാരി ബഹുമാനപ്പെട്ട ബാബു പാലക്കുന്നിലച്ചനെ ക്ഷണിക്കുന്നു. ത്രിയേക ദൈവത്തിന് സ്തുതി. പള്ളിക്കര സെൻറ്റ് മേരീസ് യാക്കോബായ സുറിയാനി കത്തീഡ്രൽ പള്ളിയുടെ വികാരി ബഹുമാനപ്പെട്ട തോമസ് അമ്പോളച്ചൻ, ബഹുമാനപ്പെട്ട സഹവികാരിമാരെ, പള്ളിയുടെ ബഹുമാന്യരായ ഭരണസമിതി അംഗങ്ങൾ, വിശിഷ്യ ട്രസ്റ്റിമാർ, സെക്രട്ടറി, പള്ളിയുടെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന വിവിധ ഭക്ത സംഘടനകളുടെ ഭാരവാഹികൾ, പ്രവർത്തകർ, പ്രത്യേകിച്ച് പള്ളിക്കര കൺവെൻഷന് അനുഗ്രഹീതമായ നേതൃത്വം നൽകി വരുന്ന യൂത്ത് അസോസിയേഷൻ്റെ പ്രവർത്തകർ, ഭാരവാഹികൾ, പ്രത്യേകിച്ച് വർക്കിംഗ് പ്രസിഡൻ്റായി ശുശ്രൂഷ ചെയ്തു വരുന്ന ബഹുമാനപ്പെട്ട ഗ്രിഗറിയച്ചൻ, കുടുംബ കോർഡിനേറ്റർ, മറ്റ് ഭാരവാഹികൾ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ സുവിശേഷ യോഗത്തെ സംബന്ധിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഏറ്റവും വിനയത്തോടുകൂടി മുന്നമേ അറിയിക്കുന്നു. വർഷങ്ങളായി എല്ലാ വർഷവും ഡിസംബർ മാസത്തിൽ പള്ളിക്കര കൺവെൻഷൻ നടത്തി വരികയാണല്ലോ. അതിൻ്റെ മുന്നോടിയായി ഒരുക്കയോഗങ്ങൾ നടത്തി വരുമ്പോൾ ഇന്നേ ദിവസം ഈ മേഖലാ കൺവെൻഷനിൽ പ്രസംഗിക്കുവാനായിട്ട്, ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുവാനായിട്ട് ബലഹീനനായ എനിക്കും ഒരവസരം ദൈവം നമ്മൾ തന്നതിനെ ഓർത്ത് ഇതിന് ക്രമീകരണം നടത്തിയ എല്ലാ ചുമതലക്കാരോടും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ശുശ്രൂഷയിലേക്ക് കടക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആമുഖമായി നമുക്ക് ഒരു വാക്യം വായിച്ച് കേൾക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം 44-ാമത്തെ തിരുവചനം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം 44-ാമത്തെ തിരുവചനം ആമുഖ വാക്യമായി നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 10:44. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു. മതി. ഇവിടെ കൊർന്നല്യോസ് എന്ന ശതാധിപൻ്റെ ഭവനത്തിൽ പത്രോസ് പ്രസംഗം ആരംഭിക്കുകയാണ്. പ്രസംഗിക്കാൻ വേണ്ടി ക്ഷണിച്ചതാണ്. അവിടെ കടന്നു ചെന്നപ്പോൾ ആ കൈസരിയിലുള്ള കൊർന്നല്യോസ് എന്ന് പറയുന്ന ശതാധിപൻ്റെ ഭവനത്തിൽ പത്രോസ് പ്രസംഗം ആരംഭിക്കുകയാണ്. അവിടെ ക്രിസ്ത്യാനികളുണ്ട്, യഹൂദന്മാരുണ്ട്, അതുപോലെ വിജാതീയരായ ഒത്തിരി ആളുകളൊക്കെ ഉണ്ടായിരുന്നു. പത്രോസ് പ്രസംഗം ആരംഭിച്ചു. പത്രോസ് എന്താണ് പ്രസംഗിച്ചത്? മറ്റൊന്നുമല്ല, ക്രൂശിക്കപ്പെട്ട് മരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെക്കുറിച്ചും അവനിൽ വിശ്വസിക്കുന്ന ഏവനും പാപമോചനം ലഭിക്കുമെന്നുള്ളതായ സുവിശേഷം പത്രോസ് പ്രസംഗിച്ച് തുടങ്ങിയപ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അവർ മാനസാന്തരം അനുഭവമുണ്ടായി, കണ്ണുനീരുണ്ടായി. ഇതെല്ലാം കണ്ട എല്ലാവരും പറയുകയാണ്, ഇതെന്തൊരു അതിശയമാണ്, പരിശുദ്ധാത്മാവ് എല്ലാവരുടെയും മേൽ വ്യാപരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി. പ്രിയ വിശ്വാസികളെ, ഏതൊരു ശുശ്രൂഷയും സുവിശേഷവും അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ആ ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവ് വ്യാപരിക്കണം. എന്താണ് പരിശുദ്ധാത്മാവ്? ത്രിയേക ദൈവത്തിൽ ഒരുവൻ തന്നെയാണല്ലോ പരിശുദ്ധാത്മാവ്. നമ്മുടെ സഭയും മറ്റപ്പോസ്തോലിക സഭകൾ അത് തന്നെ പഠിപ്പിക്കുന്നു. പിതാവാം ദൈവം, പുത്രനാം ദൈവം, പരിശുദ്ധാത്മാവാം ദൈവം. പരിശുദ്ധാത്മാവിന് നമ്മൾ മാമോദീസ എന്ന ആദ്യ കൂദാശയിലൂടെ സ്വീകരിച്ചവരാണ്. പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ തെറ്റുകളും കുറ്റങ്ങളുമെല്ലാം വന്നു പോകുമ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കുറഞ്ഞു പോവുകയാണ്. നമുക്കതുകൊണ്ട് പ്രാർത്ഥിക്കാം, കർത്താവേ, ഈ ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവ് വ്യാപരിക്കണമേ. വചനം കേൾക്കുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ സുവിശേഷ സന്ദേശം കേൾക്കുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വ്യാപരിക്കണമേ. എല്ലാവർക്കും മാനസാന്തരം ഉണ്ടാകണമേ, കണ്ണുനീരിൻ്റെ അനുഭവം ഉണ്ടാകണമേ, ദൈവത്തിലുള്ള വിശ്വാസം വർദ്ധിക്കണമേ എന്ന് നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിച്ച് ശുശ്രൂഷ ആരംഭിക്കാം. പാവനാത്മാവേ, ജീവദായകനേ, നിറഞ്ഞു നീവാ
ഇറങ്ങി നീവാ എൻ്റെ ഹൃദയത്തിൽ. പാവനാത്മാവേ എൻ ജീവദായകനേ, ഇറങ്ങി നീവ നിറഞ്ഞു നീവ എൻ്റെ ഹൃദയത്തിൽ. സീനായ് മാമലയിൽ ഇറങ്ങി വന്നവനേ, സീനായ് മാമലയിൽ ഇറങ്ങി വന്നവനേ, ആത്മദാഹം തീർക്കുവാനായി ഇറങ്ങി വാ ദേവാ, ആത്മദാഹം തീർക്കുവാനായി ഇറങ്ങി വാ ദേവാ. പാവനാത്മാവേ എൻ ജീവദായകനേ, ഇറങ്ങി നീവ നിറഞ്ഞു നീവ എൻ്റെ ഹൃദയത്തിൽ. പിതാവാം ദൈവമേ അങ്ങേക്ക് സ്തുതി, പുത്രനാം ദൈവമേ അങ്ങേക്ക് സ്തുതി, പരിശുദ്ധാത്മാവാം ദൈവമേ അങ്ങേക്ക് സ്തുതി, ത്രിയേക ദൈവമേ അങ്ങേക്ക് സ്തുതി. ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, ആരാധിക്കുന്നു. ഓ പിതാവാം ദൈവമേ, ഞങ്ങളുടെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാ വ്യാപരിക്കണമേ. പ്രസംഗിക്കുന്ന അടിയൻ്റെ മേലും കേൾക്കുന്ന ജനത്തിൻ്റെ മേലും പരിശുദ്ധാത്മ വ്യാപരിക്കണമേ. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിക്കണം കർത്താവേ. കർത്താവേ, ഈ കൊറോണ മഹാമാരിയുടെ കാലഘട്ടത്തിൽ ഒത്തിരി പേരുടെ വിശ്വാസം നഷ്ടപ്പെട്ട ഒരു കാലഘട്ടമാണല്ലോ. ദൈവമേ, നിന്നിലുള്ള വിശ്വാസം വർദ്ധിക്കുവാൻ ശുശ്രൂഷ മുഖാന്തരമായി തീരണമേ. കണ്ണുനീരിൻ്റെ അനുഭവം ഉണ്ടാകണമേ, ഒരു മാനസാന്തര അനുഭവം ഉണ്ടാകണമേ, ഒരു പുതിയ സമർപ്പണം എടുക്കുവാൻ തക്കവണ്ണം ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കുമാറാകണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി പരിശുദ്ധാത്മ വ്യാപരിക്കുവാൻ തക്കവണ്ണം അമ്മയുടെ ഏകജാതനോട് അപേക്ഷിച്ചു കൊണ്ടിരിക്കണമേ. സകല വിശുദ്ധന്മാരുമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ ആമീൻ. ഹാലേലുയ്യ. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം നമുക്കെല്ലാവർക്കും ഏറ്റവും സുപരിചിതമായ വേദഭാഗമാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 27-ാമത്തെ വാക്യം. കാണാതെ പറയാവുന്ന വേദഭാഗമാണ്. ഒന്നുകിൽ നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. യോഹന്നാൻ 14:27. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയുമരുത്. പ്രിയമുള്ളവരെ, ഇത് മറ്റാരും പറഞ്ഞതല്ല, നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു തമ്പുരാൻ പറഞ്ഞ കാര്യമാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാനിതാ നിങ്ങൾക്ക് സമാധാനം തന്നേച്ചു പോകുന്നു. അത് ലോകം തരുന്ന പോലെയുള്ള സമാധാനമല്ല. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. നിങ്ങൾ ഭ്രമിക്കരുത്, കലങ്ങുകയുമരുത്. ഈ ചിന്തയെ, ഈ ധ്യാന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് അല്പസമയം ധ്യാനിക്കുവാനായിട്ട്, നിങ്ങളോടൊപ്പം ധ്യാനിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുമ്പോൾ, എൻ്റെ ആഗ്രഹം ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകണം. അത് മനസ്സിലായാൽ മാത്രമേ ഈ ശുശ്രൂഷ കൊണ്ട് പ്രയോജനമുള്ളൂ. അനുവദിക്കപ്പെട്ട സമയത്തിൽ ഉള്ളിൽ നിന്നുകൊണ്ട് ശുശ്രൂഷ അവസാനിപ്പിക്കുമ്പോൾ, സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും ദൈവിക സമാധാനം കിട്ടണം. നമ്മൾ തീരുമാനമെടുക്കണം, സമർപ്പണം എടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ദയവ് ചെയ്ത് എല്ലാവരും ഈ ശുശ്രൂഷയിൽ സഹകരിക്കണം. എല്ലാവരും ഇത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണമേ. ആരും ഇടയ്ക്ക് എഴുന്നേറ്റ് പോകാതെ, പ്രിയമുള്ളവരെ, വളരെ താല്പര്യത്തോടെ ഇരിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. സമാധാനം. ഒരു കഥ ഇങ്ങനെ വായിച്ചു കേട്ടിട്ടുണ്ട്. ഒരിക്കലൊരു രാജാവ് തൻ്റെ പ്രജകളുടെ ക്ഷേമം അന്വേഷിക്കുവാനായിട്ട് വേഷപ്രച്ഛന്നനായി ഒന്ന് യാത്ര ചെയ്തു. രാജാവിനെ ആരും തിരിച്ചറിയുകയില്ല. ഒരു ഗ്രാമത്തിലൂടെ കടന്നു പോയപ്പോൾ ഒരു വീട്ടിൽ ഒരപ്പനും മകനും ഒത്തിരി സങ്കടത്തോടെ ഇരിക്കുന്നത് കണ്ടു. രാജാവ് അങ്ങോട്ട് കയറി ചെന്നു. രാജാവാണെന്ന് അവർക്ക് മനസ്സിലായില്ല. ചോദിച്ചു, എന്താ നിങ്ങളിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്? എന്താണ് നിങ്ങളുടെ പ്രശ്നം? അപ്പോൾ അപ്പൻ പറഞ്ഞു, അതെ, ഇവിടെ അടുത്തുള്ള വീടുകളിലൊക്കെ കഴുതയുണ്ട്. ഈ കഴുതയെ കൊണ്ടാണ് ചുമടെടുപ്പിക്കുന്നത്. അപ്പോൾ എല്ലാ വീട്ടിലും കഴുതയുണ്ട്, അവർക്ക് ചുമടെടുക്കുവാൻ കഴുതയുണ്ടെന്നാൽ ഞങ്ങൾക്ക് പൈസയില്ല, വരുമാനവുമില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് സ്വന്തമായി ഒരു കഴുതിയില്ല. ഇതാണ് ഞങ്ങളുടെ സങ്കടത്തിൻ്റെ കാരണം. ഒരു സമാധാനവുമില്ല, സ്വസ്ഥതയുമില്ല എന്ന് പറഞ്ഞു. അത്രയുള്ള കാര്യം. രാജാവ് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ രാജാവാണ്, ഞാൻ വേഷപ്രച്ഛന്നായി വന്നതാണ്. ഇത് കേട്ടവർക്ക് ഭയങ്കര സന്തോഷമായി, പേടിയുമായി. രാജാവ് വീട്ടിലേക്ക് വന്നിരിക്കുകയാണല്ലോ.
രാജാവ് പറഞ്ഞു, കാര്യം ചെയ്യാം, നിങ്ങളുടെ സങ്കടം ഞാൻ തീർത്തു തരാം. എൻ്റെ പ്രജകൾ വിഷമിക്കുന്നത്, സമാധാനമില്ലാതെ നടക്കുന്നത് എനിക്കിഷ്ടമല്ല. ഒരു കാര്യം ചെയ്യേ, അവർക്കെല്ലാം കഴുതിയാണുള്ളത്, നിങ്ങൾക്ക് കഴുതേ വേണ്ട, കുതിര തന്നേക്കാം, കുതിരയെ തരാം, നിങ്ങൾക്ക് സന്തോഷമായി ജീവിക്കാം. കുതിരയെ കൊണ്ട് ഒത്തിരി ഉപയോഗമുണ്ടല്ലോ. കുതിരയെ കൊടുക്കുവാനുള്ള ഏർപ്പാട് ചെയ്തു. കുതിരയെ കിട്ടി. ആ വീട്ടിൽ സന്തോഷമായി, സമാധാനമായി, ആനന്ദമായി. അങ്ങനെ 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ സംഭവം ഉണ്ടായി. ആ മകൻ കുതിരപ്പുറത്ത് കൂടിയെല്ലാം യാത്ര കൊണ്ടിരുന്ന ഒരു ദിവസം താഴേക്ക് വീണു, കൈയും കാലും ഒടിഞ്ഞു. സമാധാനവും പോയി, സന്തോഷവും പോയി. വളരെ സങ്കടമായി. കുതിരയെ വാങ്ങണ്ടായിരുന്നു, കഴുത മതിയായിരുന്നു. രാജാവ് വന്നത് കെണിയായതല്ല അവർ ചിന്തിക്കുകയാണ്. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോഴുണ്ട് ഒരു വിളംബരം കേൾക്കുകയാണ്. രാജാവിൻ്റെ വിളംബരമാണ്. അയൽ രാജ്യം നമ്മളെ ആക്രമിക്കാൻ വരുന്നു. അതുകൊണ്ട് പട്ടാളത്തിലേക്ക് യുവാക്കളെ എടുക്കുകയാണ്. എല്ലാ വീടുകളിൽ ഉള്ളതായ 18 വയസ്സ് കഴിഞ്ഞതായ യുവാക്കന്മാർ പട്ടാളത്തിൽ ചേരണം, നിർബന്ധമായി സൈന്യത്തിൽ ചേരണം, നിർബന്ധ സൈനിക സേവനം, ആർക്കും ഒഴിവില്ല. പട്ടാളക്കാർ ഓരോ വീടുകളിലേക്കും വന്ന് 18 വയസ്സ് കഴിഞ്ഞതായ ആ ചെറുപ്പക്കാരെയൊക്കെ പിടിച്ചുകൊണ്ടുപോയി പട്ടാളം ചേരുവാനാണ്. പക്ഷേ ഈ വീട്ടിൽ വന്നപ്പോഴുണ്ട് ഒഴിവ് കിട്ടി. കാരണം എന്താണ്? ഈ പയ്യൻ്റെ ഇവർ 18 വയസ്സ് കഴിഞ്ഞുവെങ്കിലും കൈയും കാലും ഒടിഞ്ഞിരിക്കുകയാണ്, അംഗവൈകല്യമാണിപ്പോൾ. അവന് പട്ടാളത്തിൽ ചേരുവാനായിട്ട് നിവൃത്തിയില്ല, നീ പോരണ്ട, അവനെ ഒഴിവാക്കി. അപ്പോൾ എല്ലാ ചെറുപ്പക്കാർക്കും പേടിയാണ് പട്ടാളത്തിൽ ചേരുവാൻ. പക്ഷേ ഇവന് പേടിയായിരുന്നു, പക്ഷേ പോകേണ്ടി വന്നില്ല. കൈയും കാലും കുതിരപ്പുറത്തുനിന്ന് വീണ് ഒടിഞ്ഞതുകൊണ്ട്, കൈയും കാലും ഒടിഞ്ഞതുകൊണ്ട് പട്ടാളത്തിലേക്ക് പോകേണ്ടി വന്നില്ല. പോയാൽ മരിക്കുമെന്ന് ഉറപ്പാണ്. അപ്പോൾ പോകാതിരുന്നു കൊണ്ട് അപ്പനും മകനും വലിയ സന്തോഷമായി. വീണ്ടും ആ ഭവനത്തിലേക്ക് സമാധാനം വരികയാണ്. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോഴുകൊണ്ട് യുദ്ധം അവസാനിച്ചു. യുദ്ധത്തിൽ ഈ രാജ്യം ജയിക്കുകയും ചെയ്തു. യുദ്ധം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ രാജാവിന് അടുത്ത വിളംബരം വരികയാണ്. ഈ യുദ്ധത്തിൽ പങ്കെടുത്ത എല്ലാ യുവാക്കന്മാർക്കും 5 ഏക്കർ സ്ഥലം സൗജന്യമായി കൊടുക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ഇവരുടെ സന്തോഷം പോയി, സമാധാനം പോയി. കാരണം ഞങ്ങൾക്ക് 5 ഏക്കർ കിട്ടുകയില്ല. എന്തേ കാരണം? ഞങ്ങൾക്ക് ഈ പയ്യന് പട്ടാളത്തിൽ പോകുവാൻ സാധിച്ചില്ലല്ലോ. വീണ്ടും ആനന്ദം പോയി, സമാധാനം പോയി. അപ്പോൾ പടിപടിയായിട്ട് ആ കുടുംബത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥ, ഇടയ്ക്ക് സമാധാനം വന്നു, വീണ്ടും സമാധാനം പോയി. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആ ജീവിതത്തിൽ യാതൊരു സമാധാനവുമില്ല, ആത്യന്തികമായ ഒരു അവസ്ഥയിലേക്ക് ആ കുടുംബം പോവുകയായിരുന്നു. സ്നേഹിക്കപ്പെട്ടവരെ, നമ്മുടെയൊക്കെ കുടുംബത്തിൻ്റെ അവസ്ഥ, നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇതിന് സമാനമല്ലേ? കോവിഡ് കാലഘട്ടത്തിന് മുൻപ് പലർക്കും പല സമാധാനമുണ്ടായിരുന്നു. നല്ല ജോലിയുണ്ട്, വരുമാനമുണ്ട്, അല്ലെങ്കിൽ ബിസിനസ് മെച്ചമായിരുന്നു, വീടുകൾ പണിതു, ആഡംബരമുള്ള വാഹനങ്ങൾ വാങ്ങി, AC മുറിയിലാണ് കിടന്നുറങ്ങുന്നത്. പല സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ അവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് പൊടുന്നനെ കോവിഡ് മഹാമാരി നമ്മുടെ ലോകത്തിലേക്ക് കടന്നു വന്നത്. ഇപ്പോൾ ഒത്തിരി പേരുടെ സമാധാനമെല്ലാം നഷ്ടപ്പെട്ടു പോയി. സങ്കടത്തിൻ്റെ അവസ്ഥ. ഇത് പറയുമ്പോൾ ഒത്തിരി ആളുകൾ ജോലി നഷ്ടപ്പെട്ടവരുണ്ട്, രോഗം വന്നവരുണ്ട്, രോഗഭീതിയാൽ വലയുന്നവരുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നവർ, ബിസിനസ്സുകാരെല്ലാം തകർന്നു പോയി. അതുപോലെ ഒത്തിരി മേഖലകൾ, കാറ്ററിംഗ് ഉൾപ്പെടെ, സ്വകാര്യ ബസ് മേഖല ഉൾപ്പെടെ ഒത്തിരി ആളുകൾ സങ്കടക്കെണിയിലാണ്. അതിനൊപ്പം തന്നെ വിശ്വാസവും നഷ്ടപ്പെട്ടിരിക്കുക. ഇത്രയും കാലം കൃത്യമായിട്ട് പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നതാണ്. സുവിശേഷ യുഗത്തിൽ നിരന്തരമായി സംബന്ധിച്ചുകൊണ്ടിരുന്നതാണ്. വലിയ തെറ്റൊന്നും ചെയ്തില്ല, പലരും ചിന്തിക്കുന്നുണ്ട്. പിന്നെ എന്തേ എനിക്കിങ്ങനെ ദുരിതം? വാസ്തവത്തിൽ ഒത്തിരി ആളുകൾ ഇപ്പോൾ നിരാശയുടെ പടുകുഴിയിലാണ്, സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. പ്രിയമുള്ളവരെ, എന്നാൽ നമ്മളിങ്ങനെ സമാധാനം നഷ്ടപ്പെട്ടവരായി, നിരാശപ്പെട്ടവരായി ആത്മഹത്യ ചെയ്യേണ്ട ആളുകളാണോ? ഒത്തിരി ആളുകൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒക്ടോബർ മാസം 26-ാം തീയതി പ്രമുഖ മലയാള ദിനപത്രങ്ങളിൽ വാർത്തയുണ്ടായിരുന്നു, വേദനിപ്പിക്കുന്ന വാർത്തയായിരുന്നു. ഈ കഴിഞ്ഞ മാർച്ച് മാസം 23-ാം തീയതി നമ്മുടെ സംസ്ഥാനത്ത് ലോക്ക്ഡൗൺ ആരംഭിച്ച ആ നിമിഷം മുതൽ ഈ ഒക്ടോബർ ലാസ്റ്റ് വരെയുള്ളതായ 6-7 മാസക്കാലം കൊണ്ട് നമ്മുടെ കൊച്ചു കേരളത്തിൽ 173 കുട്ടികൾ, 10 വയസ്സിനും 18 വയസ്സിനും ഇടയിലുള്ളതായ 173 കുട്ടികൾ ആത്മഹത്യ ചെയ്തു എന്നുള്ളതായ ഏറ്റവും വേദന നിറഞ്ഞതായ കാര്യമാണ് പത്രത്തിൽ വായിച്ചത്. ബഹുമാനപ്പെട്ട ഗവൺമെൻറ് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥന്മാരും ആരോഗ്യ പ്രവർത്തകരുമെല്ലാം സൈക്കോളജിസ്റ്റുകളുടെയും മറ്റ് ഡോക്ടർമാരുടെയും കൗൺസിലർമാരുടെയും എല്ലാം സേവനം ലഭ്യമാക്കിക്കൊണ്ട് 24 മണിക്കൂറും ടെലിഫോണിലൂടെയും മറ്റ് സൗകര്യങ്ങളിലൂടെയും എല്ലാം കുഞ്ഞുങ്ങൾ കൗൺസിലിംഗ് കൊടുക്കുവാനുള്ള കാര്യങ്ങളും ചെയ്തു വരുന്നുണ്ട്. ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. എന്നിരുന്നാൽ പോലും ഒത്തിരി കുഞ്ഞുങ്ങൾ നിരാശയിലേക്ക് പോകുന്നു, ഒത്തിരി ആളുകൾ നിരാശപ്പെട്ട ആത്മഹത്യയിലേക്ക് പോകുന്നു. അതിലുപരി ഒത്തിരി കുടുംബ ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സമാധാനമില്ലാത്ത ഒരവസ്ഥയിലേക്ക് ഇന്നത്തെ കാലം, സമൂഹം പോയിക്കൊണ്ടിരിക്കുമ്പോൾ നാം ചിന്തിക്കേണ്ടത് മാത്രമാണ്,
ഞാനും എൻ്റെ കുടുംബവും അല്ലെങ്കിൽ നമ്മളൊക്കെ ഇങ്ങനെ സമാധാനമില്ലാതെ നിരാശപ്പെട്ട് പോകേണ്ടവരാണോ അല്ലയോ എന്നുള്ളതാണ്. ഒരിക്കലും പാടില്ല, നിരാശപ്പെടേണ്ട ആവശ്യമില്ല. പ്രിയമുള്ളവരെ, സമാധാനത്തിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. അതെന്താണ് വേണ്ടത്? വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം, പ്രിയപ്പെട്ടവരെ, 2-ാം അധ്യായം 14-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 2:14. അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. നമ്മൾ വായിച്ചു കേട്ട സത്യവേദ പുസ്തകത്തിലെ ഭാഗമാണ്. POC ബൈബിൾ, കത്തോലിക്ക സഭയുടെ ബൈബിളിൽ POC ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്: അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. സമാധാനം കിട്ടണമെങ്കിൽ ദൈവകൃപ നമുക്ക് ലഭിക്കണം. നമ്മൾ വായിച്ച കുറിവാക്യം ഇങ്ങനെ പറഞ്ഞു. യേശുക്രിസ്തു പറഞ്ഞു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അത് ലോകം തരുന്ന പോലെ സമാധാനമല്ല, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരികയാണ്. നിങ്ങൾ ഭ്രമിക്കരുത്, കലങ്ങരുത് എന്നാണ് കർത്താവ് പറഞ്ഞത്. എങ്കിൽ പ്രിയമുള്ളവരെ, നമുക്ക് സമാധാനം ലഭിക്കണമെങ്കിൽ നമുക്ക് ദൈവകൃപ ഉണ്ടാകണം. നമ്മുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ കുടുംബത്തിൽ ദൈവകൃപ ഉണ്ടാകണം. നമുക്കറിയാം, യഹോവയായ ദൈവം തമ്പുരാൻ മനുഷ്യനെ സൃഷ്ടിച്ചു, ആദാമിനെ. അവന് താമസിക്കുവാൻ, പാർക്കുവാനായിട്ട് ഏദൻ തോട്ടം സൃഷ്ടിച്ചു. വീണ്ടും എന്താ ചെയ്തത്? അവിടെ അവന് സ്നേഹം ലഭിക്കുവാനായി തക്ക തുണയായി ഹവ്വയെ സൃഷ്ടിച്ചു. പിന്നീട് അവിടെ കുറവുകളുണ്ടായി. വാസ്തവത്തിൽ ഈ ഹവ്വയെ തക്ക തുണയായി കൊടുത്തത് മറ്റാരുമല്ല, ദൈവം തമ്പുരാൻ തന്നെയാണ്. അവിടെ വീണ്ടും പ്രശ്നങ്ങളുണ്ടായി. സ്നേഹം കൊടുക്കുവാനായിട്ടാണ് ഹവ്വയെ കൊടുത്ത തുണയായിട്ട്. പക്ഷേ അവിടെ പ്രശ്നങ്ങളുണ്ടായി. ആ പ്രശ്നങ്ങൾ വന്നപ്പോൾ എന്തുകൊണ്ട് പരിഹരിക്കപ്പെട്ടില്ല? ആ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞു. പക്ഷേ ദൈവസന്നിധിയിൽ ആദ്യം ഒന്ന് ഏറ്റുപറയുവാനായിട്ട് ആദമും ഹവ്വയും തയ്യാറായില്ല. ദൈവത്തിലേക്ക് നോക്കുവാൻ തയ്യാറായില്ല. അവിടെ കുറവുകളുണ്ടായി. കുറവുകൾ പരിഹരിക്കേണ്ടവനായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൊടുക്കുവാൻ തയ്യാറായില്ല. പക്ഷേ അവിടെ ആ കുറവുകളെ കണ്ടുകൊണ്ട് ദൈവം തമ്പുരാൻ വേദനിച്ചു. ഇന്ന് നമ്മുടെയും കുടുംബജീവിതങ്ങൾ കണ്ടുകൊണ്ട് കർത്താവ് വേദനിക്കുന്നുണ്ട്. സമാധാനത്തിൻ്റെ ഏറ്റവും തികഞ്ഞ രൂപം കാണുന്നത് നസറത്തിലെ തിരുക്കുടുംബത്തിലാണ്. പ്രിയമുള്ളവരെ, യേശുക്കുഞ്ഞ് ആ ബാല്യകാലത്തെല്ലാം ആ കുടുംബത്തിൽ ജനിച്ച് വളർന്ന് അങ്ങനെ മുന്നോട്ട് പോയ കാലഘട്ടമെല്ലാം ബൈബിൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടല്ലോ. അവിടെ തികഞ്ഞ സമാധാനമുണ്ടായിരുന്നു. ആ തിരുക്കുടുംബത്തിൻ്റെ മാതൃക നമ്മൾ പിന്തുടരുമ്പോഴാണ് നമ്മുടെ കുടുംബങ്ങളിലേക്കും സമാധാനം കടന്നു വരുന്നത്. ഒരു 2-3 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുന്ന ഉരക്കാട് പള്ളിയിൽ ഞാൻ എൻ്റെ മുറിയിലിരിക്കുമ്പോൾ ഒരു സഹോദരി, തൊട്ടടുത്ത ദേവാലയത്തിലെ ഒരു സഹോദരി എന്നെ കാണാൻ വന്നു. ആ സഹോദരി പറഞ്ഞ കാര്യം ഇപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. എന്താണ് ജോലി? ഒരു 19-25 വയസ്സുണ്ടാ ചേച്ചി. എന്താ ചേച്ചി ജോലി? പരിചയപ്പെട്ടു. പറഞ്ഞു, ഒരു കോൺവെൻറ്റിൽ ജോലിയാണ്. എന്ത് ജോലി അവിടെ? വലിയ ജോലിയൊന്നുമല്ല, തൂപ്പ് ജോലി, സ്വീപ്പറാണ്. പാവപ്പെട്ട ചേച്ചി. ചേട്ടൻ എന്നാ ചെയ്യണ? ഹസ്ബൻഡ് അദ്ദേഹം തെങ്ങുകയറ്റ തൊഴിലാളിയാണ്. 2 മക്കളുണ്ട് അച്ഛാ. മൂത്തമോൻ പെണ്ണ് കെട്ടി, അവന് ചെറിയ പണിയുണ്ട്. അവനും അവൻ്റെ ഭാര്യയും കൊച്ചും വീട്ടിലുണ്ട്. ഇളയ മോള് കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുക. ഇത് പറഞ്ഞിട്ട് പറഞ്ഞു, അപ്പോൾ എവിടെ താമസിക്കുന്നത്? അതെ, ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വീടൊന്നുമില്ല, ഇന്ന സ്ഥലത്തുണ്ട്. അവിടെ കനാൽ ബണ്ടിൽ പുറമ്പോക്ക് ഭൂമിയിൽ താമസിക്കുന്നത്. കനാൽ ബണ്ട് പുറമ്പോക്ക് ഭൂമിയിൽ ഒരു കൊച്ചു കുടിലെട്ടിയാണ് താമസിക്കുന്നത്. കൊച്ചു കുടിയിലാണ്, പുറമ്പോക്ക് ഭൂമിയാണ്. ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ആ ചേച്ചി എന്നോട് കാര്യം പറയുകയാണ്. അച്ഛാ, ഞങ്ങൾ കൂലിപ്പണിക്കാരാണെങ്കിലും ഞങ്ങൾ താമസിക്കുന്നത് കനാൽ ബണ്ട് പുറമ്പോക്ക് ഭൂമിയിലെ കൊച്ചു കുടിലാണെങ്കിലും ഞങ്ങളുടെ കുടുംബം ഒരു കൊച്ചു സ്വർഗമാണ് എന്ന് ആ ചേച്ചി പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പല സുവിശേഷകരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, നിങ്ങളുടെ ഭവനം, നിങ്ങളുടെ കുടുംബം കൊച്ചു സ്വർഗമാക്കണമെന്ന്. പക്ഷേ പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയിൽപ്പെട്ട ഒരു പാവപ്പെട്ട ചേച്ചി എന്നോട് പറയുകയാണ്, നേരിട്ട് പറയുകയാണ്, അച്ഛാ, ഞങ്ങളുടെ കുടുംബം ഒരു കൊച്ചു സ്വർഗമാണ് എന്ന്. സ്നേഹിക്കപ്പെട്ടവരെ, ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, നമ്മുടെയൊക്കെ കുടുംബജീവിതങ്ങൾ കൊച്ചു സ്വർഗമാണോ അതോ കൊച്ചു നരകമാണോ എന്ന്. എല്ലാവരും പറയും, എൻ്റെ പൊന്നച്ച കൊച്ചു നരകം തന്നെയാണ്. ഒരു സമാധാനവുമില്ല, സ്വസ്ഥതയുമില്ല. പ്രിയമുള്ളവരെ, സമാധാനമുണ്ടാകും, ദൈവകൃപ നമുക്ക് ലഭിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം നമ്മൾ വായിച്ചു കേട്ടത് എന്താണ്? 2:14. അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. അവിടെ ആ ആട്ടിടയന്മാരോട് ബേത്ലഹേം മലഞ്ചെരുവിൽ രാത്രിക്കാലം, ഒരു തണുപ്പുള്ള ക്രിസ്മസിൻ്റെ കാലം, പ്രിയമുള്ളവരെ, ഡിസംബറിലെ സമയത്ത് അവിടെ കിടന്നുറങ്ങിയതായ ആടുകളെ മേച്ചുകൊണ്ട് കിടന്നതായ ആ ആട്ടിടയന്മാർ പെട്ടെന്ന് പ്രകാശം കണ്ട് ഞെട്ടിയുണർന്നപ്പോൾ ഗബ്രിയേൽ ദൂതനും ഇതാ ഒരു ദൂതന്മാരുടെ വ്യൂഹവും കൂടി കടന്നു വന്നിട്ട് പറയുകയാണ്, നിങ്ങൾ പേടിക്കേണ്ട,
ഇതാ യേശുക്രിസ്തു ജനിച്ചു എന്നത് സദ്വാർത്ത പറയുമ്പോൾ പറയുകയാണ്, അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ദൈവകൃപ ലഭിക്കുന്നവർക്കാണ് സമാധാനം. വീണ്ടും ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 28 വരെ നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 28 നമുക്ക് സുപരിചിതമായ വേദഭാഗമാണല്ലോ. ലൂക്കോസ് 1-ാം അധ്യായം 26 മുതൽ 28 വരെ. 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസ്രത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗ്രഹത്തിലുള്ള യോസേഫ് എന്നൊരു പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കിലേക്ക് അയച്ചു. ആ കന്യകയുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് ചെന്ന് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു. മതി പ്രിയമുള്ളവരെ, അവിടെ പറയുകയാണ്, ആ ഗബ്രിയേൽ ദൂതൻ പറയുകയാണ് കന്യക മറിയാമിനോട്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. അവക്കൊന്നും മനസ്സിലായില്ല എന്ത് കൃപയാണ് ലഭിച്ചത്. ഒരു പാവപ്പെട്ട പെണ്ണ്, ഒന്നും മനസ്സിലായില്ല. കാര്യങ്ങൾ വീണ്ടും ചോദിക്കുമ്പോൾ ലൂക്കോസ് 1:30 കൂടി വായിച്ച് കേൾക്കാം. അവിടെ ദൂതൻ വീണ്ടും പറയുന്നുണ്ട്. 1:30 ദൂതൻ അവളോട്, മറിയേ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, അവിടെ എട്ടും പൊട്ടും തിരിയാത്ത പാവപ്പെട്ട പെണ്ണ് ചോദിക്കും, ഞാൻ എങ്ങനെയാണ് ഗർഭിണിയാകുന്നത്? ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ല, കല്യാണം കഴിഞ്ഞിട്ടില്ല. ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ പറയുകയാണ്, മറിയം നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ ലഭിക്കുകയാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ആ നിമിഷം മുതൽ കന്യക മറിയാമിന് സമാധാനം ലഭിച്ചു എന്നുള്ളതാണ്. ദൈവകൃപ ലഭിച്ച സമയം മുതൽ സമാധാനം ലഭിക്കുകയാണ്. പക്ഷേ നമ്മൾ പിന്നീട് നോക്കുമ്പോൾ, മാനുഷികമായി ഈ ലോകപ്രകാരം നോക്കുമ്പോൾ മനസ്സിലാകുന്നു, ആ നിമിഷം മുതൽ അവളുടെ സമാധാനം നഷ്ടപ്പെട്ടു പോയില്ലേ എന്ന് നമുക്ക് ചിന്തിച്ച് നോക്കാം. കാരണം എന്താണ്? പിന്നീട് ഗർഭിണിയാകുന്നു. അന്നത്തെ നിയമം അനുസരിച്ച് വിവാഹം കഴിക്കാത്ത ഒരു പെൺകുട്ടി ഗർഭിണിയായാൽ കല്ലെറിഞ്ഞു കൊല്ലണം. പക്ഷേ ഇതറിഞ്ഞിട്ടും അവൾ ഗർഭിണിയായപ്പോൾ കന്യക മറിയാമിൻ്റെ സമാധാനം നഷ്ടപ്പെടേണ്ടതാണ്. പക്ഷേ നഷ്ടപ്പെട്ടു പോയില്ല, കാരണം അവൾക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. പ്രിയമുള്ളവരെ, പിന്നീട് യോസേഫ് അവളെ ഗൂഢമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിക്കുന്നു. ആ സമയത്തും ഇവളുടെ സമാധാനം നഷ്ടപ്പെടുന്നില്ല. പിന്നീട് യോസേഫ് വീണ്ടും സ്വീകരിക്കുവാൻ തീരുമാനമെടുക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് പ്രസവകാലമായി. ഏത് സ്ത്രീയും ആഗ്രഹിക്കുന്നത് പ്രസവിക്കാൻ സുരക്ഷിതമായ ഇടം വേണം, സ്വകാര്യമായ സ്ഥലം വേണം. ഇതൊന്നും കിട്ടിയില്ല. വഴിയമ്പലം സകലം കിട്ടിയില്ലല്ലോ. ഒരു വഴി യാത്രയിൽ വെച്ചാണ് പ്രസവവേദന അനുഭവപ്പെടുന്നത്. അവിടെ ഇടം കിട്ടിയില്ല. കല്ലിടാവിൽ തൻ്റെ പൊന്നോമന മകനെ പ്രസവിച്ചു. ആ കുഞ്ഞിനെ പുൽത്തൊട്ടിയിലാണ് കിടത്തിയത്. അവിടെയും സമാധാനം നഷ്ടപ്പെടേണ്ടതായിരുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ച് പക്ഷേ കന്യക മറിയാമിന് സമാധാനം നഷ്ടപ്പെട്ടില്ല. കാരണം അവൾക്ക് ദൈവകൃപ ലഭിച്ചിരുന്നു. പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഈ കുഞ്ഞിൻ്റെ പ്രാണരക്ഷാർത്ഥം ബത്ലഹേമിൽ നിന്ന് ഈജിപ്തിലേക്ക് യാത്രയാകുന്നുണ്ട്. കൊച്ചു കുഞ്ഞിനെയും കൊണ്ട് യാത്രയാകുന്നു. സമാധാനം അവിടെയും നഷ്ടപ്പെടുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഈ കുഞ്ഞിൻ്റെ പേരിൽ നാട്ടിലുള്ള 2 വയസ്സ് താഴെയുള്ള എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊന്നുകളയുന്നുണ്ട്. ഇത് കാണുമ്പോൾ ഈ അമ്മയുടെ ഹൃദയം വേദനിക്കേണ്ടതാണ്. വേദനയുണ്ട്. പക്ഷേ അവിടെയും സമാധാനം നഷ്ടപ്പെടുന്നില്ല കന്യക മറിയാമിന്. അതിനുശേഷം നസ്രത്തിലേക്കുള്ള യാത്രയുണ്ട്. വീണ്ടും കഠിനമായ യാത്രയാണ്. പ്രസവിച്ച സ്ത്രീയാണ്. അവിടെയും സമാധാനം കന്യക നഷ്ടപ്പെടുന്നില്ല. കാരണം ദൈവകൃപ കന്യക മറിയാമിന് ലഭിച്ചിരുന്നു. യേശുക്കുഞ്ഞിന് ഇങ്ങോട്ട് യെരുശലേം ദേവാലയത്തിൽ കടന്നു ചെന്നപ്പോൾ ശിമയോൻ എന്ന് പറയുന്നതായ പടുവൃദ്ധനായ മനുഷ്യൻ ആ കുഞ്ഞിനെ കൈകളിൽ എന്തുകൊണ്ട് അമ്മയോട് പറയുകയാണ്, നിൻ്റെ ഹൃദയത്തിൻ്റെ അകത്തുകൂടി വാൾ കടക്കുമെന്ന്. ആ വാൾ എന്ന് പറയുന്നത് സഹനത്തിൻ്റെ വാളായിരുന്നു. 33 വർഷങ്ങൾക്ക് ശേഷം 33 വയസ്സുള്ളതായ സ്വന്തം പൊന്നോമന മകനെ ചാട്ടവാറടിച്ചുകൊണ്ട് വലിയൊരു മരക്കുരിശ് ചുമപ്പിച്ചുകൊണ്ട് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ക്രൂരമായ പീഡനങ്ങൾ മകൻ ഏറ്റുവാങ്ങുന്നത് കണ്ടപ്പോൾ ഒരമ്മയുടെ ഹൃദയം തകർന്നു പോയി. പക്ഷേ സമാധാനം നഷ്ടപ്പെട്ടു പോയില്ല. കാരണം കന്യക മറിയാമിന് ദൈവകൃപ ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനം കാൽവറി ക്രൂശിൽ സ്വന്തം മകനെ തറച്ചു കൊല്ലുന്നത് സ്വന്തം അമ്മയായ മറിയാം കണ്ടു നിന്നു. അവിടെയും സമാധാനം അവൾക്ക് നഷ്ടപ്പെട്ടില്ല. പ്രിയപ്പെട്ടവരെ, ദൈവകൃപ അവൾക്ക് ലഭിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. സ്നേഹിക്കപ്പെട്ടവരെ,
ആ ദൈവകൃപ നമുക്ക് ലഭിക്കുവാനായിട്ട് പ്രാർത്ഥിക്കാം. ഇന്ന് പലരും ചിന്തിക്കുന്ന കാര്യം, തകർച്ചകളില്ലാത്ത, രോഗങ്ങളില്ലാത്ത, സഹനങ്ങളില്ലാത്ത ഒരവസ്ഥയാണ് സമാധാനത്തിൻ്റെ അവസ്ഥ എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ അപ്പനും മകനും സമാധാനം എപ്പോഴും കിട്ടേണ്ടതല്ലേ? പക്ഷേ സന്തോഷം വന്നപ്പോൾ സമാധാനം കിട്ടിയെന്ന് ചിന്തിച്ചു. വീണ്ടും കൈയും കാലും ഒടിഞ്ഞു കഴിഞ്ഞപ്പോൾ സമാധാനം പോയി. പട്ടാളത്തിൽ പോകേണ്ടതില്ല എന്ന് മനസ്സിലായപ്പോൾ സമാധാനം കിട്ടി. പക്ഷേ പട്ടാളത്തിൽ പങ്കെടുത്ത യുവാക്കളായ പട്ടാളക്കാർക്ക് 5 ഏക്കർ പുരയിടം കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ സമാധാനം പോയി. ആ സമാധാനം എന്ന് പറയുന്നത് ലോകം തരുന്ന സമാധാനമാണ്, സ്ഥായിയായ സമാധാനമല്ല. എന്നാൽ ദൈവം തരുന്ന സമാധാനം, കന്യകമറിയാൻ ലഭിച്ചതായ ആ സമാധാനം, ദൈവകൃപയാകുന്ന സമാധാനം, സ്നേഹിക്കപ്പെട്ടവരെ, എനിക്ക് നിങ്ങൾക്കും കിട്ടിയാൽ നമ്മുടെ ജീവിതം സമാധാനപൂർണ്ണമാകും. അങ്ങനെ വരുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഈ തകർച്ചയുടെ നടുവിൽ, ഈ തളർച്ചയുടെ നടുവിലെല്ലാം ആ ദൈവത്തിൻ്റെ ആശീർവാദം എനിക്ക് കിട്ടി. ആ ദൈവത്തിൻ്റെ ആശീർവാദമാണ് ഈ സമാധാനം എന്ന് പറയുന്നത്. ആ സമാധാനം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ തകർച്ചകളൊന്നും സാരമില്ല, ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ്, ഈ പ്രശ്നങ്ങളൊക്കെ മാറ്റുവാൻ ദൈവത്തിന് സാധിക്കും. അതിലെല്ലാം ഉപരിയായിട്ട് ഞാൻ എന്തിലാണ് വിശ്വസിക്കുന്നത്? യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചും, ആ വരവിൽ ഞാൻ മരിച്ചു മാറ്റപ്പെടുന്നൊരവസ്ഥയാണെങ്കിൽ എൻ്റെ മൃതശരീരം മഹത് ശരീരം പ്രാപിച്ചുകൊണ്ട്, ഞാനായിരിക്കുന്ന സെമിത്തേരിയിലെ കല്ലറയിൽ നിന്ന് മഹത് ശരീരം പ്രാപിച്ചുകൊണ്ട് വാനമേഘങ്ങളിൽ എടുക്കപ്പെടും, എൻ്റെ കർത്താവിനെതിരെ എടുക്കപ്പെടും, എനിക്കും ആ സ്വർഗരാജ്യത്തിൽ അവകാശമുണ്ടാകും എന്ന് ചിന്തിക്കുമ്പോൾ ഇവിടുത്തെ കഷ്ടങ്ങൾ സാരമില്ല, നഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണുവാൻ, ഇതൊന്നും സാരമില്ല എന്നറിയുവാൻ നമുക്ക് എണ്ണുവാൻ സാധിക്കുമ്പോഴാണ് ആ ദൈവകൃപ, ആ ദൈവത്തിൻ്റെ ആശീർവാദം കിട്ടുമ്പോഴാണ് ദൈവിക സമാധാനം നമ്മുടെ ഉള്ളിലുണ്ടാകുന്നത്. പ്രിയപ്പെട്ടവരെ, ആ ദൈവിക സമാധാനം ഉണ്ടായാൽ, ഒരു വ്യക്തിയിലുണ്ടായാൽ അത് കുടുംബത്തിലേക്കും വ്യാപരിക്കും. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സഹോദരങ്ങളെ, ആ ദൈവകൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് നമുക്ക് വേണ്ടത് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇരമ്യ പ്രവാചന പുസ്തകം 33:3 നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. നാം എന്താണ് ചെയ്യേണ്ടത്? ഇരമ്യ പ്രവാചന പുസ്തകം 33-ാം അധ്യായം 3-ാമത്തെ തിരുവചനം. ഇരമ്യാവ് 33:3 നമുക്ക് സുപരിചിതമായ വേദഭാഗമാണ്. സ്വർഗത്തിലെ ഫോൺ നമ്പർ എന്നെല്ലാം സുവിശേഷകത്തിന് വിശേഷിപ്പിക്കാറുണ്ട്. ആരെയാണ് വിളിച്ചപേക്ഷിക്കേണ്ടത്? 33:3 വായിച്ചോ. എന്നെ വിളിച്ചപേക്ഷിക്കാം, ഞാൻ നിനക്കുത്തരമരുളും. നീ അറിയാത്ത മഹത്തായും അഗോചരവുമായ കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. സഹോദരങ്ങളെ, വചനം പറയുകയാണ്, ദൈവം തമ്പുരാൻ പറയുകയാണ്, നീ എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് മറുപടി നൽകാം. നീ പോലും ചിന്തിക്കാത്തതായ, കാണാത്തതായ, അറിയാത്തതായ കാര്യങ്ങളൊക്കെ ഞാൻ നിന്നെ അറിയിക്കാം. നിനക്കൊരു നല്ല കാലം ഞാൻ തരാം. ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. സഹോദരങ്ങളെ, ആ ദൈവത്തെ വിളിച്ചപേക്ഷിക്കണമെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ അകക്കണ്ണ് തുറക്കണം. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഒത്തിരി പേരുടെ അകക്കണ്ണ് വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. ഞാൻ ആദ്യം പറഞ്ഞുവല്ലോ, പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നു, പക്ഷേ എന്താ ദൈവം ഇടപെടാത്തത്? ഇപ്പോൾ പള്ളിയില്ല, പള്ളി പോയിട്ടും കാര്യമില്ല, പോകാതിട്ടും കാര്യമില്ല, സുവിശേഷം കേട്ടിട്ടും കാര്യമില്ല, ഇതൊക്കെ എങ്ങനെ പോയിക്കൊണ്ടിരിക്കും, ഒരു കാര്യവുമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമായി മാറിക്കൊണ്ടിരിക്കുക. സ്നേഹിക്കപ്പെട്ടവരെ, ഞാൻ ആദ്യം പറഞ്ഞുവല്ലോ, ആ ചേച്ചി പറഞ്ഞു ഞങ്ങളുടെ കുടുംബം ഒരു കൊച്ചു സ്വർഗമാണെന്ന്. ഇന്ന് ഏറ്റവും സങ്കടത്തോടെ പറയുന്നു, പരിചയമുള്ള ഒത്തിരി കുടുംബങ്ങൾ കൊച്ചു നരകങ്ങളായി ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അത് പാവപ്പെട്ടവൻ്റെ വീടുന്നില്ല, ഭേദപ്പെട്ടവൻ്റെ വീടുന്നില്ല, ജോലിയുള്ളവൻ്റെ വീടുന്നില്ല, ജോലി ഇല്ലാത്തവൻ്റെ വീടുന്നില്ല. ഒത്തിരി ക്രിസ്തീയ കുടുംബങ്ങൾ തകർന്നു കിടക്കുന്നു. സമാധാനമില്ല, സ്വസ്ഥതയില്ല. എന്തെല്ലാം ഉണ്ടായാലും എന്താ പ്രിയമുള്ളവർ, സമാധാനമില്ല, പിന്നെ എന്ത് പ്രയോജനം? ഈ സമാധാനം കണ്ടെത്തുവാനായിട്ട് നമുക്ക് ദൈവത്തെ വിളിക്കണം. എന്നെ വിളിച്ചപേക്ഷിക്കുക, ദൈവം പറയുക. ആ ദൈവത്തെ വിളിച്ചപേക്ഷിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ വചനം നാം കേൾക്കണം. വചനം കേൾക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിലെ കണ്ണ് തുറക്കുകയുള്ളൂ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 26-ാം അധ്യായം 18-19 വാക്യങ്ങൾ വേഗത്തിൽ വായിച്ച് കേൾക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 26-ാം അധ്യായം 18-19 തിരുവചനങ്ങൾ. അഗ്രിപ്പാ രാജാവിൻ്റെ മുമ്പിൽ പൗലോസ്ലീഹ വിചാരണയ്ക്ക് നിൽക്കുകയാണ്. അപ്പോൾ പൗലോസ്ലീഹ ചരിത്രമെല്ലാം പറയുകയാണ്. ഞാൻ ആരായിരുന്നു? മുമ്പ് ശൗലായിരുന്നു, പിന്നീട് ദമസ്കോസിൻ്റെ പടിവാതിൽ യേശുവിനെ കണ്ടുമുട്ടാനിടയായി, എൻ്റെ കണ്ണ് തുറന്നു. അപ്പോൾ കർത്താവ് എന്നൊരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്, അത് ഇന്നതാണ്, ഞാൻ ചെയ്തത് ഇന്നതാണ് എന്ന് വ്യക്തമായി പൗലോസ്ലീഹ പറയുന്നുണ്ട്. ഒന്ന് വായിക്കാമോ? 26-ാം അധ്യായം 18-ാമത്തെ വാക്യം. അതുകൊണ്ട്
അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണ് തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താൻ്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്കും തിരിപ്പാനും ഞാനിപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു. മതി. പ്രിയമുള്ളവരെ, പൗലോസ് പറയുകയാണ്, യേശുക്രിസ്തു എന്നോട് പറഞ്ഞേൽപ്പിച്ച കാര്യമാണ്. നീ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നീ പോയി വചനം പ്രസംഗിക്കണം, ആളുകളുടെ കണ്ണു തുറക്കണം, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് അവരെ നയിക്കണം, അവരെ മാനസാന്തരമുണ്ടാകണം. പ്രിയമുള്ളവരെ, ആ ദൗത്യമാണ് എന്നെ യേശുക്രിസ്തു പരമേൽപ്പിച്ചത് എന്ന് പറഞ്ഞിട്ട് പൗലോസ് അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാനതുപോലെ പ്രസംഗിച്ച് മുന്നോട്ട് പോയപ്പോൾ ഒത്തിരി പേരെ മാനസാന്തരപ്പെടുത്താൻ സാധിച്ചു, സുവിശേഷം പ്രഘോഷിക്കുവാൻ സാധിച്ചു എന്ന് പൗലോസ് അവിടെ അഗ്രിപ്പാ രാജാവിനോട് പറയുകയാണ്. ഇതുപോലെ സുവിശേഷം വിതച്ചാലാണ്, ആത്മാർത്ഥമായി സുവിശേഷം പ്രസംഗിച്ചാലാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ അകക്കണ്ണ് തുറന്ന് വിശ്വാസം വർദ്ധിച്ച് എൻ്റെ ദൈവമേ എന്ന് വിളിക്കുവാനുള്ള കൃപയുണ്ടാവുകയുള്ളൂ. ക്രിസ്ത്യാനി ആയതുകൊണ്ട് മാത്രം യേശുവിനെ അറിയണമെന്നില്ല. ഒത്തിരി 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 വ്യക്തികളും കുടുംബങ്ങളുമെല്ലാം ദൈവത്തെ അറിയാതെ ജീവിക്കുന്ന, അന്ധവിശ്വാസങ്ങൾ ജീവിക്കുന്ന ഒത്തിരി പ്രിയപ്പെട്ടവരുണ്ട്. പ്രിയമുള്ളവരെ, അതിനുള്ള ഏക പോംവഴി എന്ന് പറയുന്നത് സുവിശേഷം കൊടുക്കുക. അതും പരിശുദ്ധ സഭയോട് ചേർന്ന്, ഉദാശയോട് ചേർന്നുള്ളതായ സുവിശേഷം കൊടുത്ത് നമ്മുടെ പ്രിയപ്പെട്ട ആളുകളുടെ അകക്കണ്ണ് തുറപ്പിച്ച് വിശ്വാസം വർദ്ധിപ്പിച്ച് കർത്താവെ എന്ന് വിളിക്കുവാൻ പഠിപ്പിച്ച് അവരെ ദൈവത്തിങ്കലേക്ക് അടുപ്പിച്ച് ദേവാലയത്തിലേക്ക് അടുപ്പിച്ചു കൊണ്ടുവന്ന് അവരും അവരുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് ഇനിയുള്ള കാലങ്ങൾ നാം യത്നിച്ചേ മതിയാകൂ. കാരണം ലോകം അതിൻ്റെ അന്ത്യത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി സന്തോഷമുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ. പള്ളിക്കര പള്ളിയിലെ യൂത്ത് അസോസിയേഷനിലെ പ്രിയപ്പെട്ട മക്കൾ ചെയ്യുന്ന ഈ ശുശ്രൂഷ എത്രയോ വർഷങ്ങളായി നിരന്തരമായി, പ്രിയമുള്ളവരെ, എല്ലാ വർഷവും ഡിസംബർ മാസത്തിൽ ആയിരക്കണക്കിന് ആളുകൾ കടന്നു വരുന്ന ഒരു വലിയ പള്ളിക്കര കൺവെൻഷൻ, മഹാബലി കൺവെൻഷൻ നമ്മുടെ ദേശത്തെ ഏറ്റവും വലിയ കൺവെൻഷൻ നടന്നു വരികയാണ്. ഓരോ വർഷങ്ങളിലും ഇങ്ങനെ കൺവെൻഷൻ നടത്തിയതുകൊണ്ട് എത്രയോ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനിടയായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ ഈ വർഷം നമുക്ക് ഓൺലൈനിൽ ഇതെല്ലാം ശുശ്രൂഷ നിറവേറ്റപ്പെടുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ അപേക്ഷിക്കുകയാണ്, നിങ്ങൾ ആയിരിക്കുന്ന വീടുകളിൽ, വിദേശത്തോ സ്വദേശത്തോ എവിടെയായിരുന്നാലും ആ ക്രമീകരിക്കപ്പെട്ട ദിവസങ്ങൾ അത് പ്രത്യേകമായി മാറ്റിവെച്ച് ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനായിട്ട് നിങ്ങൾ മാറ്റിവെക്കണം. അത് അനുഗ്രഹമാണ്, ഒരിക്കലും നഷ്ടമാകില്ല. ദൈവിക സമാധാനം നമുക്ക് ലഭിക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തെ കണ്ടുമുട്ടുമ്പോഴാണ്, ആ ദൈവകൃപ ലഭിക്കുമ്പോഴാണ് സമാധാനമുള്ള ജീവിതം നയിക്കുവാൻ നമുക്കാകുന്നത്. വീണ്ടും നമുക്ക് സത്യവേദ പുസ്തകത്തിൽ ഇല്ലാത്തൊരു ഭാഗമാണ്, വിശുദ്ധ ഗ്രന്ഥത്തിൽ യേശു ബാർ അസീറയുടെ പുസ്തകമാണ്. അത് POC ബൈബിളിൽ പ്രഭാഷകൻ്റെ പുസ്തകം 2-ാം അധ്യായം 3 മുതൽ 6 വരെ നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. പ്രഭാഷകൻ്റെ പുസ്തകം, POC ബൈബിൾ പ്രഭാഷകൻ്റെ പുസ്തകം 2-ാം അധ്യായം 3 മുതൽ 6 വരെ. അത് സത്യവേദ പുസ്തകത്തിൽ ആ ഭാഗമില്ല, പക്ഷേ നമ്മുടെ സഭ ഉപയോഗിക്കുന്ന ആ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. യേശു ബാർ അസീറയുടെ പുസ്തകമാണ്. അത് POC ബൈബിൾ വായിച്ച് കേൾക്കാം. 2-ാം അധ്യായം 3 മുതൽ 6 വരെ. അവിടത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക. 3 മുതൽ 6 വരെ വായിച്ചോ. നിന്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും. വരുന്ന ദുരിതങ്ങളെല്ലാം വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക. ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്. ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത കൈവെടിയരുത്. എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു. സഹനത്തിന്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. മതി. ഒരു വാക്യം കൊണ്ട് വായിച്ചു വെച്ചാ, കർത്താവിൽ ആശ്രയിക്കുക, അവിടുന്ന് നിന്നെ സഹായിക്കും. നേരായ മാർഗത്തിൽ ചരിക്കുക, കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുക. സഹോദരങ്ങളെ, ഇവിടെ വചനം പറയുകയാണ്, ഒന്നുകൂടി വായിച്ചു കേൾക്കാം നമുക്ക് ആ ഭാഗം. തരുന്ന സഹനങ്ങളും ദുരിതങ്ങളുമെല്ലാം സ്വീകരിക്കുക. സഹനങ്ങൾ വരുമ്പോൾ സമാധാനം നഷ്ടപ്പെട്ടു പോകേണ്ട ആവശ്യമില്ല. മറിച്ച് അവിടെ വചനം പറയുകയാണ്, ഒന്നുകൂടി വായിച്ച് 4-ാമത്തെ വാക്യം വായിക്കാമോ? വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക. ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത കൈവെടിയരുത്. സമാധാനം നഷ്ടപ്പെട്ടു പോകരുത്. പിന്നെയോ, എന്തെന്നാൽ
സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു. സഹനത്തിൻ്റെ തീച്ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. സഹോദരങ്ങളെ, സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ മാറ്റ് കൂടുകയാണ്, മാറ്റ് കുറയുകയല്ല. ഇതുപോലെ ഈ കോവിഡ് മഹാമാരിയുടെ ഈ സഹനത്തിൻ്റെ നാളുകളിലും ഞാനും നിങ്ങളും ശുദ്ധി ചെയ്യപ്പെടണം. ആ ശുദ്ധി ചെയ്യപ്പെടുമ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റും, എൻ്റെ കുറവെന്താണ്? നമ്മളത് വചനം കേൾക്കുമ്പോൾ കണ്ടുപിടിക്കാൻ സാധിക്കും. ഡിസംബർ മാസത്തിൽ പള്ളിക്കര കൺവെൻഷൻ നടക്കുമ്പോൾ ഓരോ ദിവസവും എൻ്റെ കുറവുകൾ, മറ്റുള്ള കുറവുകളല്ല, നമ്മുടെ ഓരോരുത്തരുടെയും കുറവുകൾ ആ വചന ശുശ്രൂഷയുടെ നമുക്ക് തിരിച്ചറിയുവാനും തിരുത്തുവാനും ഏറ്റുപറയുവാനും, കർത്താവേ തെറ്റുപറ്റിപ്പോയി എന്ന് പറയുവാൻ നമുക്കാകും. അങ്ങനെ നമ്മൾ ശുദ്ധി ചെയ്യപ്പെടുമ്പോൾ നമ്മൾ കുറച്ചുകൂടി മാറ്റുകൂടി സ്വർണ്ണമായി മാറപ്പെടുകയാണ്. അങ്ങനെ മുന്നോട്ട് പോകുന്നത് നല്ലതാണ്. സഹനങ്ങൾ നല്ലതാണ്. സമാധാനം നഷ്ടപ്പെടുകയില്ല. വീണ്ടും അതിൻ്റെ 6ാമത്തെ വാക്യം കൂടി ഒന്ന് വായിച്ച് കേൾക്കാം. വീണ്ടും ഒരു കാര്യം കൂടി, ഒരു ഉപദേശം കൂടി തരികയാണ്. വായിച്ചോ. കർത്താവിൽ ആശ്രയിക്കുക. പ്രിയമുള്ളവരെ, കേട്ടെ നിരാശപ്പെട്ടു പോകേണ്ടെന്നേ. ആത്മഹത്യ ചെയ്യാൻ പോകേണ്ട കാര്യമില്ല. തകർന്നു പോകേണ്ട. നിനക്ക് നല്ല ഭാവിയുണ്ട്. ദൈവത്തിൽ ആശ്രയിക്ക്. ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ, കർത്താവിൽ ആശ്രയിക്കുക, അവിടെ നിന്ന് നിന്നെ സഹായിക്കും. ദൈവം നമ്മെ സഹായിക്കും. മറ്റാർക്കും സഹായിക്കുവാൻ സാധിക്കുകയില്ല, പക്ഷെ ദൈവം നമ്മെ സഹായിക്കും. വീണ്ടും ഒരു കാര്യം കൂടി പറഞ്ഞല്ലോ, നേരായ മാർഗത്തിൽ ചരിക്കുക. വളഞ്ഞ വഴി കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുക. പ്രിയമുള്ളവരെ, വളഞ്ഞ വഴിയായിരുന്നില്ലേ നമ്മുടെയൊക്കെ? ഒരുപക്ഷേ നമ്മൾ പുറമേ മാന്യനായിരിക്കാം, പക്ഷേ നമ്മുടെ ഉള്ളിലെ ജീവിതം എങ്ങനെയാണ്? നമ്മുടെ ഇപ്പോൾ ഒത്തിരി തെറ്റിനൊന്നും പോകണ്ട. നമ്മുടെ മൊബൈൽ ഫോണിലൂടെ എല്ലാം അരുതാത്ത എന്തെല്ലാം കണ്ടു. പണ്ടൊക്കെ തെറ്റ് ചെയ്യുവാനായിട്ട് കലങ്കിൽ പോയിരിക്കണമായിരുന്നു, കവലയിൽ പോയിരിക്കണമായിരുന്നു. പക്ഷേ ഇന്നൊന്നും വേണ്ട. സ്വന്തം വീട്ടിലിരുന്ന് മൊബൈൽ ഫോൺ നോക്കിക്കൊണ്ടിരുന്നാൽ മതി. വാട്സപ്പിലൂടെയും യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും എല്ലാം അരുതാത്ത കാഴ്ചകളും കണ്ടും കേട്ടും മുന്നോട്ട് പോകുമ്പോൾ പിശാചിൻ്റെ കയ്യിലെ കളിപ്പാവുകളായി നമ്മൾ മാറുകയാണ്. കർത്താവ് അനുഗ്രഹിക്കുകയില്ല. അതുകൊണ്ട് തിരുത്താം. എൻ്റെ കർത്താവ് തെറ്റുപറ്റിപ്പോയി, ക്ഷമിക്കണമേ എന്നൊരു വാക്ക് പറഞ്ഞാൽ കർത്താവ് അനുഗ്രഹിക്കും. കർത്താവ് എല്ലാം അറിയുന്നുണ്ട്, കാണുന്നുണ്ട്. ഏദൻ തോട്ടത്തിലെ കുടുംബം തകർന്നു പോയപ്പോൾ ദൈവം ഏറെ വേദനിപ്പിച്ചു. ഇപ്പോൾ നമ്മുടെ കുടുംബങ്ങളെ കണ്ടുകൊണ്ട് കർത്താവ് ഏറെ വേദനിക്കുമ്പോൾ തിരുത്തുവാൻ തയ്യാറായി, ദൈവത്തിൽ ആശ്രയിക്കുവാൻ തയ്യാറായാൽ കർത്താവ് നിന്നെയും നിൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കും, സമാധാനം നൽകും. ഒറ്റ വാക്യം കൂടി വായിച്ച് അവസാനിപ്പിക്കാം. ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായം 6-7 വാക്യങ്ങൾ നമുക്കറിയാവുന്ന വേദഭാഗമാണ്. ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായം 6-7 തിരുവചനങ്ങൾ. സമാധാനം എങ്ങനെ കിട്ടുന്നത്? ആരാണ് സമാധാനം തരുന്നത്? സമാധാന പ്രഭുവായ കർത്താവ് പറയുകയാണ്. വായിച്ച മക്കളെ ഒന്ന് വായിക്കാമോ? ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായം 6-7 തിരുവചനങ്ങൾ. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കത്രേ വേണ്ട. ദൈവത്തോടെല്ലാം നമുക്ക് പറയാം, സ്തുതിക്കാം. നമ്മൾ മറ്റാരോടും ബെറുബെറുത്തേണ്ട കാര്യമില്ല. ദൈവത്തോട് ബെറുബെറുക്കേണ്ട. ദൈവത്തോട് പറയാം, കർത്താവ് എൻ്റെ ആവശ്യങ്ങൾ എങ്ങനെയാണ്, സഹായിക്കണമെന്ന് പറയാം. അങ്ങനെ പറയുമ്പോഴോ, വായിച്ചോ, എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവിങ്കൽ കാക്കും. മതി പ്രിയമുള്ളവരെ. അപ്പോൾ സകല ബുദ്ധിയും കവിയും ദൈവ സമാധാനം. ലോകം തരും സമാധാനമല്ല. ലോകത്തിൽ എന്ത് കിട്ടിയാലും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സമാധാനം ഉണ്ടാകുകയില്ല. എന്നാൽ യേശു ക്രിസ്തു തന്നതായ ആ സമാധാനം സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനമാണ്. നമ്മുടെ ഹൃദയങ്ങളെ കാക്കും, നിലവുകളെ കാക്കും. അതുകൊണ്ട് ഇന്ന് ഈ കഷ്ടങ്ങൾ സാരമില്ല, ഈ സഹനങ്ങൾ സാരമില്ല. നമ്മൾ നന്നാകാൻ വേണ്ടിയിട്ടാണ്, ദൈവത്തെ വിളിക്കാൻ വേണ്ടിയിട്ടാണ്, അഹങ്കാരം മാറാൻ വേണ്ടിയിട്ടാണ്. പ്രിയമുള്ളവരെ, ആ ദൈവത്തിൽ ആശ്രയിക്കാം. നമുക്കൊരു വാക്ക് കൂടി പ്രാർത്ഥിച്ച് ശുശ്രൂഷ അവസാനിപ്പിക്കാം. ഈ 40 മിനിറ്റ് സമയം ദൈവത്തിന് വചനം കേട്ടുവല്ലോ. ആർക്കെല്ലാം തീരുമാനമെടുക്കാൻ സാധിക്കും? പ്രിയ സ്നേഹിതരെ, വിശ്വാസികളെ, കർത്താവിനോട് പറ, ദൈവമേ തെറ്റുപറ്റിപ്പോയി, നിരാശ വന്നുപോയി, മടുപ്പ് വന്നുപോയി, പിറുപിറുത്തു പോയി. എന്നാൽ ഇന്നെനിക്ക് മനസ്സിലായി, സഹനങ്ങൾ സാരമില്ല. എന്നെ നന്നാക്കുവാൻ വേണ്ടി, എന്നെ കുറച്ചുകൂടി ഗുണപ്പെടുത്തുവാൻ വേണ്ടി, നിൻ്റെ മകനാക്കി മാറ്റാൻ, നിൻ്റെ മകളാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ്. കർത്താവെ, ഞാൻ ഇനി നിന്നിൽ മാത്രം ആശ്രയിക്കുന്നു, കരുണ തോന്നണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. പ്രിയമുള്ളവരെ,
ഈ സഹനങ്ങൾ നമ്മെ തകർക്കുവാനോ മുടിക്കുവാനോ ഒന്നുമല്ല, മറിച്ച് നമ്മളെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ വേണ്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോഴെങ്കിലും പറ, ദൈവമേ തെറ്റുപറ്റിപ്പോയി എന്ന്. നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. കഷ്ടങ്ങളിലും പാതറിയിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനെന്നും നിൻ്റെ ദൈവം, നീ എന്നും എൻ്റേതല്ലേ. യേശുദമ്പുരാൻ നമ്മുടെ സ്നേഹത്തോടെ പറയുക, മോനെ മോളെ നീ സങ്കടപ്പെടേണ്ട, ഞാൻ നിൻ്റെ ദൈവമാണ്, നീ എൻ്റെ പൊന്നുമോനാണ്, നീ എൻ്റെ പൊന്നുമോളാണ്. കഷ്ടങ്ങളിലും പാതറിയിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനെന്നും നിൻ്റെ ദൈവം, നീ എന്നും എൻ്റേതല്ലേ. ഞാനെന്നും നിൻ്റെ ദൈവം, നീ എന്നും എൻ്റേതല്ലേ. കാരുണ്യവാനായ ദൈവം തമ്പുരാനെ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് പള്ളിക്കര കൺവെൻഷൻ്റെ ഒരുക്ക യോഗമായ ഈ മേഖലാ കൺവെൻഷനിൽ ഒത്തിരി വിശ്വാസികൾ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. കർത്താവെ, സങ്കടങ്ങളും ഭാരങ്ങളും വന്നപ്പോൾ, ദുരിതങ്ങൾ വന്നപ്പോൾ, കൊറോണ മഹാമാരിയുടെ കാലഘട്ടത്തിൽ നിരാശ പൂണ്ടുകൊണ്ട് ജീവിതം കൂമ്പടഞ്ഞവരായി ആത്മഹത്യാ ചിന്തയോടുകൂടി ഒത്തിരി മക്കൾ ഇരിക്കുകയായിരുന്നു. എന്നാൽ നിൻ്റെ വചനം കേട്ട് കഴിഞ്ഞപ്പോൾ ദൈവിക സമാധാനം കൊണ്ട് ഈ മക്കളെ നിറച്ചുവല്ലോ. നന്ദി പറയുന്നു അപ്പാ. പൊന്നു തമ്പുരാനെ, ഈ സുവിശേഷ സന്ദേശം കേട്ടുകൊണ്ട് ഈ സഹനങ്ങൾ ഞങ്ങൾക്ക് നല്ലതിനാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകുവാൻ, ത്രിയേക ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ തക്കവണ്ണം, ജീവിതത്തെ നേരെയാക്കുവാൻ തക്കവണ്ണം, വളഞ്ഞ വഴികളിൽ നിന്ന് മാറി നേരായ വഴികൾ നടക്കുവാൻ തക്കവണ്ണം നിൻ്റെ പ്രിയപ്പെട്ട മക്കൾ ഓരോരുത്തരും തീരുമാനമെടുത്തിരിക്കുമ്പോൾ സ്വർഗത്തിലെ നല്ല ദൈവമേ, എല്ലാവരെയും അങ്ങ് കാണുന്നുവല്ലോ. കർത്താവെ, രോഗികളെ സൗഖ്യമാക്കണമേ. ഈ കൊറോണ മഹാമാരിക്ക് പ്രതിരോധ വാക്സിൻ വളരെ വേഗം കണ്ടുപിടിക്കുവാനും അത് ജനങ്ങളിലേക്ക് എത്തിക്കുവാനും അങ്ങ് മനസ്സലിയുണ്ടാകണമേ. കർത്താവെ, അതോടൊപ്പം തന്നെ എല്ലാവരും വിശ്വാസം വർദ്ധിച്ചുകൊണ്ട് ഈ മഹാമാരി കഴിയുമ്പോൾ ദൈവാലയങ്ങളിലേക്ക് ഓടി വരുന്നവരായി, സുവിശേഷങ്ങൾക്ക് ഓടി വരുന്നവരായി, കൂട്ടായ്മ ആചരിക്കുന്നവരായി, വചനം വായിക്കുന്നവരായി, വചനം കേൾക്കുന്നവരായി മാറുവാൻ തക്കവണ്ണം, വചനം കേട്ടനുസരിച്ച് ജീവിക്കുവന്നവരായി മാറുവാൻ തക്കവണ്ണം എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, പള്ളിക്കര കൺവെൻഷൻ നടത്തപ്പെടുമ്പോൾ ആ ദിവസങ്ങൾ 5 ദിവസക്കാലം ഒരു കുഞ്ഞുപോലും മാറി നിൽക്കാതെ എല്ലാവരും വചനം കേൾക്കുവാൻ തക്കവണ്ണം വലിയ അത്യുത്സാഹം എല്ലാ മക്കളുടെയും ഹൃദയങ്ങൾ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളും കൊച്ചു കൊച്ചു സ്വർഗങ്ങളാക്കി മാറ്റണമേ. എല്ലാ ഭവനങ്ങളിലും വ്യക്തികളിലും ദൈവിക സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. പരിശുദ്ധ ദൈവമാതാൻ ലഭിച്ചതായ ആ ദൈവകൃപ എല്ലാവർക്കും ലഭിക്കുവാൻ തക്കവണ്ണം ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെയും ശുശ്രൂഷ നിർത്തിയവൻ കൃപയ്ക്കാൻ നന്ദി പറയുന്നു കർത്താവ്. ഇതിനുവേണ്ടി ചുമൽ വഹിക്കുന്ന യൂത്ത് അസോസിയേഷൻ മക്കൾ, ഓൺലൈൻ ശുശ്രൂഷ നിർവഹിക്കുന്ന പ്രിയപ്പെട്ടവർ, ഇതിനുവേണ്ടി കഷ്ടപ്പെടുന്ന, സുവിശേഷത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് വിനയത്തോടെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകാൽ പള്ളിക്കര കൺവെൻഷന് വേണ്ടി അമ്മയുടെ ഏകജാതനോട് അപേക്ഷിച്ചുകൊണ്ടിരിക്കണമേ. സകല വിശുദ്ധന്മാരുമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമീൻ. ഹല്ലേലൂയ. കൃതജ്ഞത അറിയിക്കുന്നതിനായി കത്തീഡ്രൽ സഹവികാരിയും യൂത്ത് അസോസിയേഷൻ വർക്കിംഗ് പ്രസിഡന്റുമായ ബഹുമാനപ്പെട്ട ഗ്രിഗറി വർഗീസ് അച്ഛനെ ക്ഷണിക്കുന്നു. ത്രിയേക ദൈവത്തിന് സ്തുതി. പള്ളിക്കര കൺവെൻഷന് മുന്നോടിയായിട്ട് നടത്തപ്പെടുന്ന ലോഗോസ് അവചന കൂട്ടായ്മ വചന ശുശ്രൂഷയാണ് ഇന്നിവിടെ സമാപിക്കുന്നത്. കോവിഡ്-19 പശ്ചാത്തലത്തിൽ എല്ലാ കുടുംബ യൂണിറ്റുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ദിവസമായിട്ട് ഈ രീതിയിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമ്മളിത് ക്രമീകരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഇതിനായി ദൈവം നൽകിയ വലിയൊരു അവസരത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുക. കഴിഞ്ഞ വർഷങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, ഏറെ പ്രാർത്ഥനകളോടെ, ഏറെ ഒരുക്കത്തോട് കൂടിയിട്ടാണ് ഈ ലോഗോസ് എല്ലാം നമ്മൾ ക്രമീകരിച്ചത്. ഇന്ന്
നമുക്ക് ലഭിച്ചിട്ടുള്ള സാഹചര്യങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് അനുകൂലമാക്കിക്കൊണ്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ ക്രമീകരിക്കുന്നത്. ഇന്ന് ഈ ലോഗോസിൽ വചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയ പൂരക്കാട് സെൻറ് തോമസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ വികാരിയായി സേവനമനുഷ്ഠിക്കുന്ന എത്രയും ബഹുമാനപ്പെട്ട പാലക്കുന്നേൽ ബാബു അച്ഛനോടുള്ള സ്നേഹവും നന്ദിയും ഈ തരുണത്തിൽ രേഖപ്പെടുത്തട്ടെ. ഈ യോഗം ഓൺലൈനായിട്ട് ക്രമീകരിച്ച, അതിന് ചുക്കാൻ പിടിച്ച പ്രിയപ്പെട്ട ആഞ്ചേരിയിൽ ഫിബിനോടുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. കുടുംബ യൂണിറ്റിൻ്റെ കോർഡിനേറ്റർ, ചീഫ് കോർഡിനേറ്റർ ശ്രീ ജിബു ഐസക്, അതുപോലെ തന്നെ യൂത്ത് അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ ബിജു, പള്ളിയുടെ കൈക്കാരന്മാർ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, എല്ലാവരോടും ഉള്ള സ്നേഹം ബഹുമാനപ്പെട്ട വികാരിയോട് ചേർന്ന് നിന്നുകൊണ്ട്, മറ്റു സഹവികാരിമാരോട് ചേർന്ന് നിന്നുകൊണ്ട് അറിയിക്കട്ടെ. ഇത്രയും നേരം ഇത് ശ്രവിച്ച നിങ്ങളോടെല്ലാവരോടുമുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുകയും ദൈവതിരുസന്നിധിയിൽ പ്രത്യേകം നിങ്ങളെ ഓർക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, 1-2 കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കട്ടെ. ഒന്നാമതായി, COVID-19 പ്രോട്ടോക്കോൾ കർശനമായും പാലിച്ചുകൊണ്ടാണ് ഈ വർഷത്തെ കൺവെൻഷൻ നമ്മൾ ക്രമീകരിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ കൺവെൻഷൻ നേരിട്ട് പങ്കെടുക്കണമെന്ന്, കൺവെൻഷന് നേരിട്ട് വചന ശുശ്രൂഷയ്ക്ക് പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിർബന്ധമായും പ്രോട്ടോക്കോൾ ക്രമീകരണങ്ങൾ അനുസരിച്ചായിരിക്കണം ദേവാലയത്തിലേക്ക് കടന്നു വരേണ്ടത്. 2020 ഡിസംബർ 1-ാം തീയതി മുതൽ 5-ാം തീയതി വരെ നടത്തപ്പെടുന്ന 29ാമത് പള്ളിക്കര കൺവെൻഷൻ മൂവാറ്റുപുഴ മേഖലയുടെ അധിപനായിരിക്കുന്ന അഭിമന്യ മാത്യൂസ് മാർ അന്തീമോസ് തിരുമനസ് കൊണ്ടാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അന്നേ ദിവസം കുറുപ്പമ്പടി സ്വദേശിയായിരിക്കുന്ന തുരുത്തിപ്പള്ളി സെൻറ്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ ശുശ്രൂഷിക്കുന്ന സഹവികാരിയെ ശുശ്രൂഷിക്കുന്ന ഇത്രയും ബഹുമാനപ്പെട്ട കണ്ടത്തിൽ ഏലിയാസ് അച്ഛനാണ് വചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത്. 2-ാം ദിവസം പ്രിയപ്പെട്ട ബൈജു ചാണ്ടി അച്ഛൻ വചന സന്ദേശം നൽകി നമ്മെ അനുഗ്രഹിക്കുമ്പോൾ 3, 4, 5 ദിവസങ്ങളിൽ നടത്തപ്പെടുന്ന വചന പ്രഘോഷണത്തിന് നേതൃത്വം നൽകുന്നത് തൂത്തുട്ടി മോർ ഗ്രിഗോറിയൻ ധ്യാന കേന്ദ്രത്തിലെ ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരാണ്. ഈ കൺവെൻഷൻ അതിൻ്റെ എല്ലാ അച്ചടക്കത്തോടും അതിൻ്റെ എല്ലാ പൂർണ്ണതയോടും കൂടി നിറവേറപ്പെടുവാൻ കടന്നുവരുന്ന വചന പ്രഘോഷകർ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ പ്രചോദിതരായി നമുക്കുള്ള വചനത്തെ, നമുക്കുള്ള സന്ദേശത്തെ അവരുടെ അധരങ്ങളിലൂടെ പകർന്നു ലഭിക്കുവാനായി എല്ലാം നമുക്ക് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ ദിവസവുമുള്ള പ്രാർത്ഥനകളിൽ ഈ കൺവെൻഷന് വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരിക്കൽ കൂടെ ബഹുമാനപ്പെട്ട ബാബു പാലക്കുന്നേൽ അച്ഛനോടുള്ള സ്നേഹവും നന്ദിയും ഇടവയ്ക്ക് വേണ്ടി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ സമാപന പ്രാർത്ഥനയോടെ ഈ യോഗം നമുക്ക് അവസാനിപ്പിക്കാം. അനുഗ്രഹമായ സന്ദേശത്തിനായി നന്ദി, ബാബു അച്ഛനോട് നന്ദി പറയുന്നു. നമുക്ക് ഈ യോഗത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നമുക്ക് സമാപനമായി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ദൈവമേ, ഈ കൊറോണ കാലത്ത് ദൈവമേ ഞങ്ങൾ കൈവിടാതെ കർഷതയിലും ഞങ്ങൾ വഴി നടത്തുന്നതിനായ സർവശക്തനായ ദൈവമേ, നിൻ്റെ കരുണയിൽ ആഭയപ്പെടുന്നു, പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട ദൈവമക്കളെ അനുഗ്രഹിക്കണമേ. ദൂത് തന്ന ദൈവമേ ബാബു അച്ഛനെ അനുഗ്രഹിക്കണമേ. ഇതിൻ്റെ പ്രവർത്തകരെ, യൂത്ത് അസോസിയേഷൻ്റെ പ്രവർത്തകരെയും എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധമായ നാമത്തിൽ തന്നെ പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകപുത്രൻ്റെ കൃപയും പരിശുദ്ധരുമായിട്ട് സംബന്ധാവാസവും നടത്തിപ്പോൾ നാം എല്ലാവരോടും വചന ശുശ്രൂഷ നടത്തിയ വൈദികനോടുകൂടെ ഇത് കേൾക്കുന്ന ദൈവമക്കളോടുകൂടെ ഇന്നും നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.